നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിലെ വലിയ ഒരു വിഭാഗത്തിൻ്റെ പ്രതീക്ഷയായി 2020 മാറിയിട്ടുണ്ട്. അവരൊക്കെ പിന്തുണച്ചോട്ടെ, പക്ഷേ നമ്മൾ അസോസിയേറ്റ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങളാണ് പാർപ്പിടം, വെള്ളം, വസ്ത്രം എന്നുള്ളത്. കിഴക്കമ്പലം സ്വർഗമായി മാറുന്ന ഒരു കാഴ്ചപ്പാട്. ആ സ്വർഗത്തെ ഈ കേരളം മുഴുവൻ എത്തിക്കാം എന്നുള്ളതാണ് 2020 വാഗ്ദാനം. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ജനം കൂടെയില്ലെങ്കിൽ എന്താ, ജനം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ ഭയക്കണം? നിങ്ങൾ അധികാരം തരിക, ഞങ്ങൾ ചെയ്തു കാണിക്കാം. അപ്പോൾ അധികാരമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പരിമിതി അതാണ്. സർക്കാരിൻ്റെ മദ്യവർജന നയം എന്ന് പറയുന്ന പോലും ശുദ്ധ തട്ടിപ്പാണ്. ലഹരി മരുന്ന് കൂടുന്നു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പരാജയമാണല്ലോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 2020 ചാലക്കുടി മണ്ഡലം സ്ഥാനാർത്ഥിയും പ്രമുഖ അഭിഭാഷകനും മോട്ടിവേഷൻ ട്രെയിനറുമായ അഡ്വക്കേറ്റ് ചാർലി പോളാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇലക്ഷൻ ഏതാണ്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. സാറ് സജീവമായ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരാളല്ലെങ്കിൽ പോലും 2020 നമ്മൾ വളരെയേറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. എന്താണ് സാർ ഈ ചാലക്കുടിയിൽ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങളോട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന, ജനത്തിൻ്റെ വികസനത്തിലും പുരോഗതിയിലും ശ്രദ്ധയൂന്നുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഇടത് വലത് മുന്നണിയെ അപേക്ഷിച്ച് 2020 ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ജനം അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു ജനപക്ഷ രാഷ്ട്രീയമാണ് 2020 മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ നേതാക്കളിലും അവരുടെ മക്കളിലും കേന്ദ്രീകരിക്കുന്ന സമ്പത്തിൻ്റെയും വികസനവും യഥാർത്ഥ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മനോഹരമായ ഒരു ആവിഷ്കാരമാണ് 2020 കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നടത്തുന്നത്. അപ്പോൾ അത് ജനം വലിയ തോതിൽ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ മുന്നണിയുടെയൊക്കെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ശ്രദ്ധ പതിപ്പിച്ച മേഖലകളിൽ വലിയ മുന്നേറ്റം 2020 നടത്താൻ കഴിഞ്ഞത്. ഈ അടുത്ത കാലത്ത് അവർ രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തു. ആ തരത്തിൽ കേരളത്തിലെ വലിയ ഒരു വിഭാഗത്തിൻ്റെ പ്രതീക്ഷയായി 2020 മാറിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ സ്ഥാനാർത്ഥിയായി നമ്മൾ വരുന്നതും. ഈ വികസന രാഷ്ട്രീയത്തെ കേരളം മാറോട് അണയ്ക്കും എന്നുള്ള പ്രതീക്ഷ നമുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയായി ഈ ഞായറാഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ളെങ്കിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പിന്തുണ നമുക്ക് ഓരോ ദിവസവും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2020 നേരത്തെ കഴിഞ്ഞ ഇലക്ഷൻ്റെ ടൈമിൽ ഈ ആം ആദ്മി പാർട്ടിയുമായി കൈകോർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രസ്ഥാനമായി മാറാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2020 ഈ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ല, അലയൻസ് ഒഴിവായി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കൂട്ടായ്മകൾ ശരിക്കും പറഞ്ഞാൽ ഗുണം ചെയ്യുമായിരുന്നില്ലേ എന്നുള്ളൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. അവർക്ക് ഒരു യഥാർത്ഥ ലീഡർഷിപ്പ് ഇല്ല ഈ തലത്തിൽ. തുടക്കം തൊട്ടേ അവരുടെ പ്രശ്നം അതാണ്. അപ്പോൾ ആ ലീഡർഷിപ്പ് ഇല്ലാത്ത അവരുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് തനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു എല്ലാവിധ സംവിധാനം നമുക്കുള്ളപ്പോൾ മറ്റുള്ളവർ ചേർത്ത് മുന്നോട്ട് പോകുന്നത് നല്ലതാണെങ്കിൽ കൂടിയും തനിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതും തീരുമാനമെടുക്കാൻ കഴിയുന്നതുമായ ഒരു തലമുള്ളതുകൊണ്ട് അവരൊക്കെ പിന്തുണച്ചോട്ടെ, പക്ഷേ നമ്മൾ അസോസിയേറ്റ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. ഇപ്പോൾ ഈ ചാലക്കുടിയിലാണ് അത് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരത്തെ, ഞാൻ ഇപ്പോൾ ബെന്നിബാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു, ഈ 2020 ഇവിടെ വലിയ ശക്തി പ്രാപിച്ചു വരുന്നത് കോൺഗ്രസിനല്ലേ ബാധിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു 2020 ഒന്നും എനിക്ക് വിഷയമല്ല, 2020 3-4 പഞ്ചായത്തുകളിൽ വളരെ കുറച്ച് വോട്ട് മാത്രമുള്ള സംഘടനയാണ്. നമുക്ക് അറിയാം കേരളത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി, അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരമുള്ള ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടിയും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് 2020. എന്തൊക്കെ ആണ് വികസന കാഴ്ചപ്പാടുകളാണ് 2020 ഈ ഇലക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മളൊരു പ്രകടന പത്രിക പോലെ ഒരു പ്രത്യയശാസ്ത്രം തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലത്ത് തന്നെ അത് തെളിയിച്ച കാര്യമാണ് ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ്. കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ആവശ്യങ്ങളാണ് പാർപ്പിടം, വെള്ളം, വസ്ത്രം എന്നുള്ളത്. ആ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങൾ പാർപ്പിടം, വെള്ളം, വസ്ത്രം എന്നുള്ള കാര്യത്തിൽ തന്നെ എടുക്കുമ്പോൾ അത് മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു തലമാണ്. ആ തലത്തെ തൃപ്തിപ്പെടുത്താൻ അവർ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു 50% വിലക്കുറവിൽ ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5000-ൽ താഴെ 2500-3000 രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്തുവും കിട്ടും എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. ഒപ്പം തന്നെ മരുന്നുകളും ഇപ്പോൾ 50% വിലക്കുറവിൽ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഉപജീവന മാർഗത്തിന് കഴിയുന്ന മാർഗങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെയാണ് എല്ലാ വീടുകളിലും അവർക്ക് വീടുകൾ പുനർനിർമ്മിക്കാനും
ഇല്ലാത്തവന് വീട് നിർമ്മിച്ചു കൊടുക്കാനും, പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഫാൻ ആയിക്കോട്ടെ, ഇലക്ട്രിക് ഉപകരണങ്ങളായിക്കോട്ടെ, മിക്സി ആയിക്കോട്ടെ, ഗ്രൈൻഡർ ആയിക്കോട്ടെ, ഫ്രിഡ്ജ്, TV ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ 50% വിലക്കുറവിലും താത്തിയും ഒക്കെ സൗജന്യമായിട്ടും കൊടുക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ വിപ്ലവമാണ് അത് ഈ രാജ്യത്ത് അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സംതൃപ്തരാണ്. അപ്പോൾ അത് നമ്മൾ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ ജനത്തിന് അടിസ്ഥാനപരമായ മനുഷ്യന് സമാധാനം, സന്തോഷം, സംതൃപ്തി, 3 കാര്യങ്ങളാണ് അവരുടെ മാനസിക നീഡ്. അപ്പോൾ അവൻ്റെ ഒരു ഭൗതിക താല്പര്യങ്ങളോടൊപ്പം തന്നെ മാനസിക നീഡിനെയും തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവിടെ ക്രൈംസ് വളരെ ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ ഒരു ജനവിഭാഗം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനയാണ് ക്രൈംസ് കുറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അവർക്ക് സുഭിക്ഷമായി എല്ലാ സാധനങ്ങളും എത്തുന്നുവെങ്കിൽ പിന്നെ പിടിച്ചുപറിയുടെയും മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അത് നമ്മളെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യമാണ്. കൊലപാതകങ്ങൾ, കുറ്റകൃത്യങ്ങളൊക്കെ ഗണ്യമായി കുറയുന്നു. മനുഷ്യ സമാധാനത്തിൽ സന്തോഷത്തിൽ നീങ്ങുന്നു. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിച്ച ദിവസം പറഞ്ഞു, ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന സിനിമയുടെ ആ ടൈറ്റിൽ പോലെ കിഴക്കമ്പലം സ്വർഗമായി മാറുന്ന ഒരു കാഴ്ചപ്പാട്. ആ സ്വർഗത്തെ ഈ കേരളം മുഴുവൻ എത്തിക്കാം എന്നുള്ളതാണ് 2020 വാഗ്ദാനം. അതെ, ഇപ്പം നമുക്കറിയാം ബേസിക് നീഡ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ യാത്രാ സൗകര്യങ്ങളാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വികസന മാതൃകയാണ് 2020 കിഴക്കമ്പലം പഞ്ചായത്തിൽ ചെയ്തത്, റോഡ് വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലെയും റോഡുകളെ വെച്ച് നോക്കുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ റോഡുകളും വലിയ രീതിയിൽ, അപ്പോൾ നമുക്കറിയാം ഈ സമയത്ത് CPM ഭരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കാലത്താണ് റോഡ് വികസനം പദ്ധതി നടപ്പിലാക്കിയത്. ആ സമയത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സർക്കാരിൽ നിന്നും. അതായത് G. സുധാകരൻ അടക്കമുള്ള മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് അധികാരമാണ് സർക്കാരിൻ്റെ റോഡുകൾ 2020 റിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ ടാർ ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ഈ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയക്കാരെതിരായിരുന്നു. അപ്പം ഈ മുഖ്യധാര രാഷ്ട്രീയക്കാരെ എങ്ങനെയാണ് എതിർത്തുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനം നടത്താൻ പറ്റുക എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ടാവും. ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ്. ജനമാണ് ശക്തി. ഒപ്പം തന്നെ നമ്മൾ ഈ തടസ്സങ്ങളൊക്കെ വരുമ്പോൾ കോടതിയെ സമീപിക്കുക. കോടതി ഒരു ജനപക്ഷ സമീപനമാണ് ഇക്കാര്യത്തിൽ എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തടസ്സങ്ങളൊക്കെ കോടതി വിധിയിലൂടെയാണ് മറികടന്നത്. ഇപ്പോൾ പാവപ്പെട്ട മനുഷ്യന് ഒരു 50% ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തപ്പോൾ അതിനെയൊക്കെ അവർ തല്ലിപ്പൊളിച്ച ആൾക്കാരാണ് ഇടത് വലത് മുന്നണി. അതൊക്കെ ജനം കണ്ടില്ലേ. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ജനപക്ഷ ഭാഗത്ത് നിൽക്കാത്തവരാണ് ഇടതും വലതും എന്നുള്ളതുകൊണ്ടാണ് അവരുടെ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ രാജിവെച്ച് 2020 ചേരുകയും ആ ഒരു നയത്തോടൊപ്പം നിൽക്കുന്നത്. ജനമാണല്ലോ അവസാനമായി രാജാവ് എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ ജനത്തെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവരാണ് യജമാനന്മാർ. മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്, അവനെയും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ജനം കൂടെ ഇല്ലെങ്കിൽ എന്താ, ജനം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെ ഭയക്കണം? ആ ഒരു സമീപനമാണ് 2020-ക്കുള്ളത്. നമുക്കറിയാം ഈ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇരു മുന്നണികളും നടത്തിയ വലിയ രീതിയിലുള്ള അഴിമതിയാണ്. ഈ അഴിമതിരഹിതമായ ഒരു ഭരണമാണ് യഥാർത്ഥ 2020 ഏറ്റവും വലിയ ഓഫർ ചെയ്യുന്നത്. എങ്ങനെയാണ് കേരളത്തിലുള്ള ഈ രണ്ട് മുന്നണികളെ എതിർത്തുകൊണ്ട് മുന്നേറാൻ കഴിയുക എന്നുള്ളൊരു സംശയമുണ്ട് ആളുകൾക്കൊക്കെ. എന്താണ് ഈ 2020-യുടെ പ്ലാൻ? നമ്മൾ ജനങ്ങളോട് വസ്തുതകൾ തുറന്നു പറയുന്നു. ഇപ്പോൾ നമ്മളൊരു വികസനത്തിൻ്റെ തല നടത്തുമ്പോൾ ഈ ഇടത് വലത് മുന്നണിയും സർക്കാർ സംവിധാനമാണെങ്കിൽ ഒരു 10 രൂപ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ആ ചെലവഴിക്കാൻ പറ്റുന്ന കോൺട്രാക്ടറിലേക്ക് 3 രൂപ കിട്ടുന്നുള്ളൂ. ബാക്കി 7 രൂപയും വീതം വെച്ച് പോവുകയാണ്. ആ വീതം വയ്ക്കൽ അവസാനിപ്പിച്ചാൽ തന്നെ നമുക്ക് 10 രൂപയുടെ വികസനം നടത്താൻ കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് രാജ്യം മാറും. അപ്പോൾ അത് 2020 അവിടെ അഴിമതി രഹിതമാണ് എന്ന് കാണിക്കുകയാണ്. പിന്നെ പഞ്ചായത്തിൽ വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും കാപ്പി കൊടുക്കാനും കഴിയുന്നു. ഒരു കാര്യം നടത്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ കോഴ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു കാര്യം നടത്താൻ വേണ്ടി ഒരാൾ വന്നിട്ട് അന്ന് നടക്കുന്നില്ല എങ്കിൽ ആ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ അത് നടത്തി അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് പറഞ്ഞതാണ്. അപ്പോൾ ആ തരത്തിൽ ആ ലീഡർഷിപ്പിനെ ട്രെയിൻ ചെയ്യിച്ച് ആ തരത്തിലേക്ക് മാറ്റി. ജനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ജനം കൂടെ നിന്നാൽ പിന്നെ നമ്മൾ ആരെ ഭയക്കണം? ഇടതുവലത് മുന്നണിയെ നമ്മൾ ഭയക്കാതിരിക്കാൻ കാരണം എന്താ? ജനം നമ്മുടെ കൂടെയുണ്ട്. അവിടെ കൂടെ പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇല്ലല്ലോ. അവരെല്ലാം ഈ നയത്തെ, ഈ വികസന നയത്തെ, ജനപക്ഷ നയത്തെ, പുരോഗതിയെ തടസ്സം നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് മറ്റൊന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരു ജനം 2020-യുടെ കൂടെ മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ജനം കൂടെ വെക്കുമ്പോൾ നമ്മുടെ ശക്തിയും വർദ്ധിക്കും. ഒരു 10,000-50,000 പേരെ കൂടെ വെക്കുമ്പോൾ നമ്മുടെ ശക്തി അവരുടെ ശക്തിയുമായി ചേർന്ന് മുന്നോട്ട് പോകാല്ലേ. തീർച്ചയായും. ഇപ്പം നമുക്കറിയാം, ഇപ്പം ആം ആദ്മി പാർട്ടിയൊക്കെ ഈ രണ്ട് മുന്നണിയല്ല, യഥാർത്ഥത്തിൽ 2 വലിയ ശക്തികൾ, ഒരു ഭാഗത്ത് BJP മറുഭാഗത്ത് കോൺഗ്രസും ഡൽഹിയിലൊക്കെ നടത്തിയ വലിയ അഴിമതി ഭരണത്തെ എതിരിട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ അധികാരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ വന്നു. ഇപ്പം നമുക്ക് നോക്കൂ, ഈ കിഴക്കമ്പലം പഞ്ചായത്താണ് ആദ്യം ഈ 2020-ന്റെ ഇതിലേക്ക് വരുന്നത്, 2020 ദിനത്തിലേക്ക് വരുന്നത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്തുകൾ വരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ആണ്
എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ. എറണാകുളത്തെ 1-2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും 2020 സ്ഥാനാർത്ഥി ഉണ്ടായി. പക്ഷേ സംഭവിച്ചെന്താണ്? ഇപ്പൊ കിഴക്കമ്പലത്ത് പഞ്ചായത്ത് അടക്കം ഉൾക്കൊള്ളുന്ന കുന്നത്തുനാട് പഞ്ചായത്തിൽ മറ്റൊരു അപ്രതീക്ഷിതമായി CPM സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നു. വോട്ട് വിഭജിക്കപ്പെട്ടു പോയതുകൊണ്ട് ജയിക്കുന്നു. അതായത് 2020 സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുമെന്നായിരുന്നു ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്തോ കാരണത്താൽ പൊളിറ്റിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ശ്രീനിജൻ എന്ന ആൾ ജയിക്കുന്നു. പിന്നീട് നാം കാണുന്നത് ശ്രീനിജൻ എന്ന MLA-യും ഈ അവിടുത്തെ പ്രാദേശിക ഭരണകൂടമായുള്ള നിരന്തരമായ പോരാട്ടമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ശക്തികളെ കൂടി എതിരിട്ടുകൊണ്ട് വേണം 2020 മുന്നോട്ട് പോകാൻ. അതിനെന്താണ് മാസ്റ്റർ പ്ലാൻ എന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ ഈ വസ്തുതകൾ ജനത്തോട് തുറത്തു പറയുകയാണ്. 2020 ചെയർമാൻ സാബു എം ജേക്കബ് കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനത്തിൽ ഈ എന്താണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ. ഇപ്പോൾ ഭരണപക്ഷം അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന സുഖ സൗകര്യങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെടും. കോൺഗ്രസിൻ്റെ ആണെങ്കിൽ നഷ്ടപ്പെടും. അപ്പോൾ ഒരു ജനമുന്നേറ്റത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ, അപ്പോൾ പോത്തുറക്കിൽ നടന്ന സമ്മേളനത്തിൽ എന്തോരം ജനം പങ്കെടുത്തത്, അതിനൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഈ ശ്രീനിജൻ MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അവിടെ പ്രദേശത്തെ കറണ്ട് പോലും കളയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വസ്തുക്കളെ ജനലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ജനം കൂടെ വെക്കും. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ കുന്നത്തുനാട് നമ്മൾ ജയിക്കുമായിരുന്നു. പക്ഷേ 8 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ ഈ കുന്നത്തുനാടിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോയി. പിന്നെ ഇത് അനുഭവിച്ചറിഞ്ഞ ജനമാണ് കൂടെ നിൽക്കുന്നത്. അപ്പോൾ മറ്റ് തലങ്ങളിലും ഇപ്പോൾ ഈ 2020 ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ആരംഭിക്കുക, മരുന്നുകൾ 50% വരെ കുറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് എത്തുന്നതോടുകൂടി ആ തരത്തിൽ നമുക്ക് എത്താൻ കഴിയും. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇലക്ഷൻ കാലത്ത് ഓടിക്കൂടുന്നതല്ലാത്ത ഒരു സംവിധാനം ഇവിടെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഉണ്ട്. ആ സംവിധാനത്തെ മുഴുവൻ തകർത്ത് മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഈ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചെന്നതോടുകൂടി ഇത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. വലത് മുന്നണിക്ക് അപ്പുറത്തായ ഒരു പാത വെട്ടിത്തെളിക്കാൻ ഇവർക്ക് കഴിയും. ഇവരിലൂടെ മാത്രമേ രക്ഷ കൈവരികയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്ന് എത്തിച്ചേരുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയുമ്പോൾ ജനം മാറും. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് പറയും. 8 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ നിർത്തി വലിയ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു. അപ്പോൾ നമുക്കറിയാം കോസ്റ്റൽ ഏരിയയിലേക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തിൻ്റെ കോസ്റ്റൽ ഏരിയ ആയി കഴിഞ്ഞാൽ വൈപ്പിലായാലും ശരി, നമുക്ക് ഈ കൊച്ചിയിലായാലും ശരി, ഫോർട്ട് കൊച്ചി ചെല്ലാനോ ആ ഭാഗങ്ങളിലൊക്കെ എന്ന് വലിയ രീതിയിലുള്ള ജനപിന്തുണ 2020 കിട്ടുകയുണ്ടായി. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണ് നമുക്കറിയാം. എതിരാളിയായ സ്ഥാനാർത്ഥിക്ക്, അതായത് CPM ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത പല സ്ഥലങ്ങളിൽ CPM സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വോട്ട് വിഭജിച്ച് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ചില സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് ആരെയാണോ എതിർക്കുന്നത്, നേരിട്ട് ആരെയാണോ എതിർക്കുന്നത് അദ്ദേഹത്തിന് ഗുണമായി ലഭിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നണി സംവിധാനത്തിലൂടെ രാഷ്ട്രീയമായിട്ട് ചില നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില തിരിച്ചടികൾക്ക് ഉണ്ടാവുന്നു. ഇതും കൂടി നമ്മൾ കണ്ടിട്ട് വേണ്ടേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ? തീർച്ചയായിട്ടും വളർച്ചയുടെ ഘട്ടത്തിൽ ഇത്രയും തിരിച്ചടിയിൽ സ്വാഭാവികമാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കിയ ശേഷം അതിനെങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലത് മുന്നണികൾക്ക് ഒരു അതിൽ നിന്ന് വിട്ടുപോരാൻ ആൾക്ക് വിമുഖതയുണ്ട്. ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തപ്പോഴും കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ വളരെ അനുകൂലമായ പ്രതികരണമുണ്ട്. പക്ഷേ ഈ എന്ത് സംഭവിക്കുന്ന ഉത്കണ്ഠ ആകാംക്ഷ അവർക്കുണ്ട്. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അവർക്ക് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഡിപ്പെൻഡ് ചെയ്താൽ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. പഞ്ചായത്ത് തലങ്ങളിൽ അവർക്ക് ചിലപ്പോൾ 2020 ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ആളുകൾ വിട്ടുമാറണമെങ്കിൽ ഈ 2020 അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും. അപ്പം നമ്മൾ വളർച്ചയുടെ പാതയിലാണ്. അതൊരു ക്രൈസിസ് സ്വാഭാവികമായിട്ടുണ്ടാവാം. അത് മറികടക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഈ പുതിയ തലമുറ, പുതിയ ജനറേഷൻ, ഒപ്പം തന്നെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലൊരു വലിയ മാറ്റം. അതിന് ഒരു ഓപ്ഷൻ അവർക്കില്ല. ഒന്നുകിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ BJPക്ക് ചെയ്യുക. പക്ഷേ അവർക്കൊരു ഓപ്ഷൻ വരുന്നത് 2020 ആണെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ഒരു 10% ആളുകൾ 2020 പ്രതീക്ഷ അർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വോട്ടായി മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു വിപ്ലവം കേരളത്തിൽ. നമുക്കറിയാം 2020 കുറച്ചും കൂടി ജനകീയ അടിത്തറ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ടാലന്റ് ടെസ്റ്റൊക്കെ നടത്തുന്നു. കുറേ ആളുകൾക്ക് SMസിലൂടെ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എറണാകുളത്ത് നിൽക്കുകയാണ്. എറണാകുളത്ത് മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭരണത്തിലേക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സംഘടിത ശക്തിയായി മാറാൻ പറ്റില്ല, ഒരു തിരുത്തൽ ശക്തിയായി മാറാനും പറ്റില്ല. ഇപ്പോൾ ചാലക്കുടിയിൽ നിൽക്കുന്ന നമുക്ക് സാറിനോടുള്ള ഒരു വലിയ ബഹുമാനം എന്ന് പറഞ്ഞാൽ ചാലക്കുടി എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ പകുതിയും ഏതാണ്ട് അത്ര തന്നെ ഉള്ള തൃശ്ശൂരിൻ്റെ ഭാഗം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ തൃശ്ശൂരിലേക്ക് കൂടി 2020 പ്രവർത്തനം കുറച്ചുകൂടി വ്യാപിപ്പിക്കുന്നതിന് ഈ ഇലക്ഷനോടുകൂടി സാധിക്കും എന്നുള്ളത് വലിയ ഗുണകരം തന്നെയായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇത് പറയുമ്പോഴും നമ്മൾ ഈ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകുന്നില്ല.
നമുക്ക് മലബാറിലോ നമുക്ക് വേരുകളില്ലാതാവുന്നു, അതുപോലെ തന്നെ തിരുവിതാംകൂറിലും വേരുകളില്ലാതാവുന്നു. നമ്മൾ പിന്നെയും ഈ മിഡിൽ നിന്ന് കളിക്കുവാണ്. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ വളർന്ന് വികസിക്കണമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേരുകൾ ഉണ്ടാവണം. അതിനുള്ള പ്രവർത്തനം കൂടി വേണം ഈ ഇലക്ഷനോട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും 2020 ആലോചിക്കുന്നുണ്ടോ? ഈ ഇലക്ഷനോടുകൂടി അത് സാധ്യമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ ഇലക്ഷന് ഈ 2 മാസം കൊണ്ട് ഇത് പൂർണ്ണമായി സാധ്യമാവുന്നെന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല, ഈ ഇലക്ഷൻ അല്ല, ഇലക്ഷൻ പ്രോസസ്സിംഗ് ആണല്ലോ, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവം. അതെ, നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റിയ സംവിധാനങ്ങളും ഏജൻസികളും നമ്മളോടൊപ്പം ഉണ്ട്. ആ ഏജൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കേരളത്തിലെ എല്ലായിടത്തേക്ക് ഇത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 2020 സമ്മേളനങ്ങളിൽ ഇതേ കണ്ട് മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും അത് അവിടെ കൊണ്ടുവന്ന് ആവിഷ്കരിക്കാനും ഒക്കെ ഞങ്ങളുടെ ചെയർമാൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിലാണ് ഇടുക്കിയിൽ നിന്ന്, കോട്ടയത്തിൽ നിന്ന്, അങ്ങനെയുള്ള കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു. അപ്പോൾ അവർ ബോധ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ യൂണിറ്റുകളും ശാഖകളും ഒക്കെ ആരംഭിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ഈ എല്ലാ മണ്ഡലങ്ങളിലും ഇതില്ലാന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ അമ്പരപ്പിച്ചുകൊണ്ട് ചാലക്കുടിയിൽ നോക്കുമ്പോൾ 2-3 ബസ് വരുന്നു. എൻ്റെ സ്ഥലമായ മലയാറ്റൂശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ബസ് വരുന്നു. പെരുമ്പാവൂരിലും അതുപോലെ തന്നെ ആലുവയിലൊക്കെ ശക്തമായ അടിത്തറ രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വരികയും മറ്റു തലങ്ങളിലേക്കും ഇതിൻ്റെ നന്മ നമ്മൾ പറയുന്ന വാക്കിനേക്കാൾ നമ്മുടെ പ്രവൃത്തി സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ 2020 പ്രവൃത്തിയെ മനസ്സിലാക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് സ്പീഡിൽ എത്തുന്നുണ്ട്. അതനുസരിച്ചുള്ള മാറ്റം ഞാൻ പറഞ്ഞില്ല, ഈ ശക്തമായ ഒരു അടിത്തറ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉള്ള തലങ്ങളിൽ അതെല്ലാം പൊളിച്ചെഴുതി മുന്നോട്ട് വരാൻ സമയമെടുക്കുമായിരിക്കും. ആ സമയത്തിന്റെ പൂർണ്ണതയിൽ 2020 കേരളത്തിൽ വികസിക്കും എന്ന് തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സ്റ്റേറ്റിലായാലും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഏതാണ്ട് ഒരു 58-60% ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ യൂത്താണ്. യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വല്ലാത്തൊരു തരം ബാഗേജ് ഈ 2 രാഷ്ട്രീയ പാർട്ടികളോടും ഇല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളോടും ഇല്ല. യൂത്തിനോട് ഞാൻ പലരോടും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വല്ലാത്ത രീതിയിലുള്ള ഒരു ആഭിമുഖ്യമൊന്നുമില്ല. ആരോടോ വികസനം മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെ വെക്കുക. അതുകൊണ്ട് ശശി തരൂരിനോടൊക്കെ വലിയ രീതിയിലുള്ള ആഭിമുഖ്യം. അത്തരത്തിലുള്ള സാറ് വലിയ മോട്ടിവേഷൻ ട്രെയിനറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള യൂത്തിനെ കൂടി ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ 2020 കാഴ്ചവെക്കാൻ ലക്ഷ്യമിടുന്നതെന്നുള്ള ചോദ്യം. അവരിപ്പോൾ നമ്മളില്ലേ, കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് യൂത്ത് തിരിച്ചറിഞ്ഞിട്ട് അവരൊക്കെ എന്തെങ്കിലും മാർഗം കിട്ടിയാൽ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുക. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഡിഗ്രിക്ക് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ മൈനോറിറ്റി വകുപ്പിൻ്റെ ട്രെയിനറാണ്. കോളേജ് ചെല്ലുമ്പോൾ 1000-2000 പേര് പഠിച്ചിരുന്ന 3000 പേര് പഠിച്ചിരുന്നിടത്തൊക്കെ 800 ആയിട്ട് കുറഞ്ഞു. ഇപ്പോൾ ഫിസിക്സ്, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിൽ നമുക്ക് അഡ്മിഷൻ പോലും കിട്ടില്ലായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ 8-10 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്നൊരു ഒരു ജോലി കിട്ടാവുന്ന ഒരു ഓറിയൻറ്റേഷനിലുള്ള കോഴ്സ് ചേർന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. അവരെ ആകർഷിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗൗരവതരമായി 2020 ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളിലും പുതിയ തലമുറയെ ആകർഷിച്ചുകൊണ്ട് അവരെ കേരളത്തിൽ നിർത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ നമ്മൾ അന്ന് ജനത്തോട് പറഞ്ഞത്, ഇപ്പോൾ 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടിച്ചു കളഞ്ഞപ്പോൾ അധികാരമുള്ളവരുടെ ചെയ്ത്, നിങ്ങൾ അധികാരം ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ഇതൊക്കെ സാധ്യതമാക്കി തരാം. ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അധികാരം തരിക, നമ്മുടെ കേരളത്തിൻ്റെ കടങ്ങൾ പോലും എഴുതി തെളിയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. ഇപ്പോൾ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നികുതി പണം കൊണ്ട് തന്നെ വികസനം നടത്തിയ ശേഷം 30 കോടിയിലേറെ രൂപ നമ്മൾ ബാക്കി വയ്ക്കുകയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾ അധികാരം തരിക, ഞങ്ങൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ അധികാരമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പരിമിതി അതാണ്. അപ്പോൾ അധികാരത്തിൽ എത്തുന്നതോടുകൂടി ഈ നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും 2020 കഴിയും. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകളും പറയും, ഇപ്പം മന്ത്രി രാജീവൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഏതാണ്ട് 2 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു, ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതേ സമയം തന്നെ നമുക്കറിയാം ഈ കിഴക്കമ്പലത്തെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ കിറ്റക്സ് പോലുള്ള സ്ഥാപനങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. പിന്നെ യഥാർത്ഥത്തിൽ ആരും ഇവിടെ വരുന്നില്ല എന്നുള്ളത് പലതരത്തിലുള്ള കാരണങ്ങളാലാണ്. കാരണം ഇവിടെ നോക്കുകൂലി പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയക്കാരുടെ വലിയ ഇടപെടലുകൾ, ഇത്തരം പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ ഈ 2020 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ആളുകളുടെ അടുത്തേക്ക് ഒരു പ്രധാന മുദ്രാവാക്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പം നമ്മളൊരു വ്യവസായ സൗഹൃദം എന്നൊക്കെ അവർ പറയെങ്കിലും വ്യവസായ സൗഹൃദമല്ല. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലേക്ക് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നമുക്കിതൊക്കെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതെ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തരാണ്, ഗവൺമെൻറ് ചെയ്തു തരാം. അവിടെ ആ ഗവൺമെൻറ്റിന് തന്നെ നികുതി പണം വരാല്ലേ, വലിയ തോതിലുള്ള നികുതി പണം വരാല്ലേ. നമ്മളിപ്പോൾ എക്സ്പോർട്ടിങ് രംഗത്തൊക്കെ ആണെങ്കിൽ എന്തോരം നികുതി പണം വരുന്നത്, അത് മുൻകൂട്ടി കാണാനുള്ള ദീർഘവീക്ഷണം അവർക്കുണ്ട്.
പക്ഷെ കേരളത്തിലെ ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇതിൽ നിന്നുള്ള രീതിയിൽ മാത്രമല്ല, ജനത്തിന് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നില്ല. അവിടെ 10-60,000 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് നമ്മൾ ചെയ്യുന്നത്. ആ 60,000 പേർക്ക് കൂടി ജോലി കൊടുത്തായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ ചെറുപ്പക്കാരൊക്കെ ഇവിടെ തന്നെ നിൽക്കില്ലായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അത് ജനത്തെ ബോധ്യപ്പെടുത്തുക, അങ്ങനെ ജനത്തെ കൂടെ നിർത്തുക, ആ തരത്തിലുള്ള വികസനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന സംവിധാനവും ടീമും 2020 കൂടെ ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ചാലക്കുടിയാണ്. ചാലക്കുടി മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. പക്ഷെ ഇതിന്റെ 2 പ്രോസസ്സിംഗ് യൂണിറ്റുകളും നമുക്കില്ല. അപ്പൊ കർഷകർ നമ്മൾ കർഷകരെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കർഷകർക്ക് ആനുകൂല്യങ്ങൾ വെക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാർഷികമായ ഈ ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കമ്പനികൾ കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അതിനകത്തേക്ക് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കേരളത്തിലത്തെ വികസനം എത്തിക്കാൻ കഴിയും, ജനങ്ങളിലേക്ക് നന്മ എത്തിക്കാൻ കഴിയാനുള്ള പഠനങ്ങളും കാര്യങ്ങളും ഗൗരവതരമായി 20 നടത്തുന്നുണ്ട്. സമീപഭാവിയിൽ ഇപ്പം നമ്മൾ ഈ ചക്കയിൽ നിന്ന് തന്നെ സാറ് സൂചിപ്പിച്ച പോലെ 62-ലേറെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അത് അതിലെ കശുവണ്ടിയിൽ നിന്നുണ്ടാക്കാൻ കഴിയും, അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്നുണ്ടാക്കാൻ കഴിയും. ആ സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് കർഷകരെ സംബന്ധിച്ചും വലിയ ഗുണപ്രദമായി മാറും. അപ്പോൾ പാരമ്പര്യ രീതിയിൽ നിന്ന് മാറി ഈ ഉപഭോഗ വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ തന്നെ പ്രോസസ് ചെയ്ത് വിദേശങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്ന നയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് ജനോപകാരപ്രദമായി മാറ്റാൻ കഴിയുന്നതോടുകൂടി ആ വിഭാഗത്തിൻ്റെയും വോട്ടുകളും അവരുടെ പിന്തുണയും നമുക്ക് ആർജിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ചയിലുള്ള ഒരു ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ആതിരപ്പള്ളി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആതിരപ്പള്ളി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതോടുകൂടി അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായി ഇല്ലാതാവുകയും അതൊരു കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായി മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഏതാണ്ട് 60-70 വർഷം പിറകിലാണ്. പാരമ്പര്യേതമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഈ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ലോക വികസിത രാജ്യങ്ങളിലൊക്കെ മറ്റ് പല രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞു. അപ്പം ഈ ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് 2020-യുടെ ഈ ആതിരപ്പള്ളി പ്രൊജക്റ്റുമായോടുള്ള സമീപനം എന്തായിരിക്കും? അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സമഗ്രമായി നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ചോദിച്ചാണ്. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റു രാജ്യങ്ങളിലൊന്നും ജലത്തെ ആശ്രയിച്ചല്ലോ അല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു തുറവി നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഭാഗം ജനത്തിന്റെ ഉത്കണ്ഠകൾ നമ്മൾ പരിഹരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രകൃതി സംരക്ഷണവും നമ്മളെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ആധുനിക സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ രംഗത്ത് അതിന് മറുപടി കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ലോകരാജ്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ആ തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. സാറ് മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന നേതാവാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണ്, എൻ്റെ വക്താവ് കൂടിയാണ്. ഈ മദ്യനയമായിട്ട്, അതായത് നമുക്കറിയാം UDF സർക്കാർ ഇവിടെ ഘട്ടം ഘട്ടമായി ബാറുകൾ അടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചില ബാറുകൾ അടക്കുകയൊക്കെ ചെയ്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായി. ബാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന സമയത്താണ് ആ ഭരണം മാറിയിട്ട് LDF-ൻ്റെ ഭരണം വരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ബാറുകളുടെ എണ്ണം കുറക്കും എന്നാണ് LDF സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ. നമുക്കറിയാം PC ഇതിനൊക്കെ ചെയ്ത് വലിയ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 50-60 ബാറുകളാണ് കേരളത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ബാറുകളുടെ രാജ്യമായി മാറിയിട്ടുണ്ട് കേരളം. എങ്ങനെയാണ് സാർ ഞാൻ ഇത് 2020 ആയിട്ട് കാണുന്നില്ല, സാറിന്റെ ഒരു ദീർഘകാലമായി സാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇതിനോടുള്ള സമീപനം? നമ്മൾ UN അംഗീകരിച്ച ഒരു പോളിസി ഉണ്ട്. നമ്മൾ ഒറ്റയടിക്ക് മദ്യനിരോധനം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിമാൻഡ് റിഡക്ഷൻ, സപ്ലൈ റിഡക്ഷൻ, ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധവൽക്കരണം ആവശ്യമായിരിക്കും. ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത് വേണ്ട എന്ന് പറയുന്ന തലങ്ങളിലേക്ക് ആളുകളെ സജ്ജരാക്കണം. ഇപ്പം ഇവിടെ 17 ലക്ഷത്തോളം ആളുകൾ നമ്മൾ പ്രതിദിനം മദ്യം ഉപയോഗിക്കുന്നവരാണ്. ഒറ്റയടിക്ക് കിട്ടാവുന്ന വേറെ മാർഗങ്ങളിലേക്ക് അവർ പോകുന്നത് ശരിയാണ്. അതുകൊണ്ട് ഈ ആളുകളെ, പുതിയ തലമുറയെ ബോധവൽക്കരിച്ച് അത് നഴ്സറി ക്ലാസ്സിൽ തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ ആ മദ്യം ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കണം. ആ എണ്ണം കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ട് വേണം അതിനകത്തുള്ള ശ്രമത്തിലേക്ക് വരാൻ. അപ്പോൾ ഡിമാൻഡ് കുറയ്ക്കണം. ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് സപ്ലൈയും കുറയും. ആ തരത്തിലേക്ക് നമ്മളിത് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ സപ്ലൈ കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള വിവിധ തലങ്ങൾ, ഡിമാൻഡ്, സപ്ലൈ റിഡക്ഷൻ, റിസ്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു തലമുണ്ട്. റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ്. ഒരുപാട് ആളുകൾ രോഗികളും അനുബന്ധ ആളുകളായി മാറിയിട്ടുണ്ട്. ചാലക്കുടിയാണ് നടക്കുന്നത്. അപ്പോൾ റിസ്ക് കുറയ്ക്കാൻ എന്ന് പറയുമ്പോൾ ഈ കുടിച്ച് മദ്യാസക്ത രോഗികളായി തീർന്ന ആളുകളുണ്ട്. അവരെ ചികിത്സിക്കാനുള്ള സംവിധാനം നമുക്കില്ല. ഇപ്പം തന്നെ താലൂക്ക് ആശുപത്രികളൊക്കെ അതിനുള്ള ശ്രമം ഈ ഗവൺമെൻറ് നടത്തുമ്പോഴും അവിടെയൊന്നും ഡോക്ടർ പോലും ഇല്ല ഈ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ സർക്കാരിന് പദ്ധതി വേണം. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ല. പിന്നെ
ഈ മദ്യവർജനം എന്ന് പറയുന്ന സർക്കാരിന്റെ പോളിസി വർജനം വ്യക്തി എടുക്കേണ്ടതാണ്. മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സൂക്ഷിപ്പി 3 കാര്യങ്ങളാണ് സർക്കാരിന്റെ നയമായി വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിന്റെ മദ്യവർജന നയം എന്ന് പറയുന്ന പോലും ശുദ്ധ തട്ടിപ്പാണ്. അല്ല, മാത്രമല്ല സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനവും ലോകത്ത് തന്നെ ഇത്രയും മദ്യം വിൽക്കുന്ന വേറൊരു രാജ്യമില്ല. അപ്പോൾ അതുകൊണ്ട് സത്യത്തില് ലോകത്ത് ഇന്ത്യ ഒഴികെയുള്ള ഒരിടത്തും സർക്കാരല്ല മദ്യം വിൽക്കുന്നത്. മദ്യത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന്, ലോട്ടറിയിൽ നിന്ന്, അങ്ങനെയൊന്നുള്ള വരുമാനം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് പ്രത്യുൽപാദനപരമായ സമീപനമല്ല, ചൂഷണം ചെയ്യലാണ്. മലയാളിയുടെ മദ്യപാനാസക്തിയെ സർക്കാർ ചൂഷണം ചെയ്യുകയാണ്. ഒരു നന്മ അതുകൊണ്ട് അവനിലേക്ക് വരുന്നില്ലല്ലോ. നമ്മളൊക്കെ പറയുന്നത് ഒരു നന്മയും പ്രദാനം ചെയ്യാത്ത മദ്യത്തെ ഒരു ചൂഷണോപാധിയാക്കി മാറ്റരുത്. വരുമാനത്തിൻ്റെ മാർഗങ്ങൾ നമുക്ക് വേറെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ ലോട്ടറിയിൽ പണം ഉണ്ടാക്കാം, അതുപോലെ തന്നെ മദ്യത്തിൽ നിന്ന് അവനെ പിടിച്ചു പറിച്ച് ചൂഷണം ചെയ്തുകൊണ്ടുള്ള മാർഗം ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഒരു ശുഭോദർക്കമായ സമീപനമല്ല എന്നാണ് പറഞ്ഞത്. ആ സമീപനം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് ഞാൻ പറഞ്ഞ ഡിമാൻഡ്, റിസ്ക്, സപ്ലൈ, ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് വേണം വരാൻ. ഇതൊക്കെ പറയുമ്പോഴും ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എക്സൈസിന്റെയും മറ്റൊക്കെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള മദ്യവർജനത്തെക്കുറിച്ച് വലിയ ബോധവൽക്കരണമൊക്കെ നടന്നുകൊണ്ടിരിക്കെ തന്നെ നമുക്കറിയാം യൂത്തിനിടയിൽ ഭീകരമായ മയക്കുമരുന്ന് വ്യാപനം നടക്കുന്നു. ഇതിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആരാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചവൻ, ആരാണ് ഇതിന്റെ കസ്റ്റോഡിയൻ. ഇത് വളരെ രഹസ്യമായി ഇവിടെ വലിയ രീതിയിൽ വെക്കുന്നു. എല്ലാ ദിവസവും ഇത് ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രൗൺ ഷുഗർ ആയിട്ട് പിടിക്കപ്പെട്ടു, 4 പേർ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വേറെ തരത്തിലുള്ള മൂവ്മെന്റും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ചെറിയ തോതിൽ തന്നെ നമ്മൾ ഉറവിടങ്ങളെ കണ്ടെത്തി നമ്മളിതിനെ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ വിമാനമാർഗത്തിൽ, കപ്പൽ മാർഗത്തിൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ 33% ഇവിടെ സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കുന്ന പറയുന്നത്, കൊച്ചിയിൽ സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതെ. അപ്പോൾ അതൊക്കെ ഉറവിടങ്ങളിൽ നമ്മൾ കണ്ടെത്തി അത് പരിഹരിക്കുന്ന നമ്മളൊരു പരാജയമാണ്. ഇപ്പോൾ ലഹരി മരുന്ന് കൂടുന്നു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പരാജയമാണല്ലോ. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് സർക്കാരാണ്. പിന്നെ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അവർ പഞ്ചാബിനെ നശിപ്പിച്ചു. 10 പേരിൽ 7 6 അഡിക്റ്റാക്കി മാറ്റി. അത് ഈ വിദേശ രാജ്യങ്ങളുടെ, നമ്മൾ പഞ്ചാബിലെ ആളുകളാണ് സൈന്യത്തിലുണ്ടായിരുന്നത്, നേവിയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ആർമിയിലായിക്കോട്ടെ. അപ്പൊ ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. വേറൊന്നും കൂടി ഉണ്ട്. അവിടെ ഈ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് ഏറ്റവും യൂത്ത് ഇറങ്ങിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹരിയാനയും അതുപോലെ തന്നെ പഞ്ചാബും. ഇവിടങ്ങളിലാണ് ഈ ഏറ്റവും കൂടുതൽ പിന്നീട് ഈ ഉൽപാദനം കുറക്കുക എന്നുള്ളത്. ഇന്ത്യന്റെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയതോടുകൂടി ഇന്ത്യന്റെ ഉൽപാദനക്ഷമത കുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഭാഗമാണെന്നാണ് അത് പറയുന്നത്. അതെ. അത്തരത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഭാഗമാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെ 33% പ്രദേശങ്ങൾ ഒപ്പിയം പോലുള്ള കൃഷികൾ ചെയ്യുകയാണ്. അവർ ഉപയോഗിക്കുന്നത്. അവർ കേരളത്തിലെയും ഇന്ത്യയും നമ്മൾ നോക്കുകയാണ്. അതിൻ്റെ അതിർത്തി രാജ്യമാണ് പഞ്ചാബ്. പഞ്ചാബിനെ നശിപ്പിച്ചു. അടുത്ത ബൗദ്ധികമായ ഉന്നതിയിൽ നിൽക്കുന്നത് കേരളമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ബൗദ്ധിക ഉന്നതിയെ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരമുള്ള ഇതിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് ലോക്കൽ പോലീസിനും ലോക്കൽ എക്സൈസിനും ഉദ്ദേശം മാത്രം പോരാ. അന്താരാഷ്ട്ര ലെവലിലുള്ള ആ ലോബിയിങ്ങിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനത്തെ അത്തരത്തിൽ നമ്മൾ അഡ്രസ് ചെയ്ത് പരിഹരിക്കേണ്ട മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കും. നമ്മളിപ്പോൾ 2020ലേക്ക് തിരിച്ചു വരാം. അതായത് 2020 ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ആദ്യം കോൺഗ്രസിനായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ ഏറെ എതിർക്കുന്നത്, അത് ഭരണകക്ഷി ആയതുകൊണ്ട് എതിർക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, CPM-നാണ് എതിർക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മഹാസമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ 2020 ചെയർമാൻ പിന്നെ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ വലിയ അഴിമതി കഥകൾ വലിയ രീതിയിൽ എൻ്റെ അടുത്തുണ്ടെന്നും എനിക്കെതിരെ വലിയ നീക്കം നടത്തിയാൽ, ഇപ്പോൾ ശ്രീജനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണല്ലോ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പൊക്കെ കൊടുത്ത് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഞാൻ മറ്റൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിൽ BJP-യെ ആണോ 2020 എതിർക്കുന്നത്, അല്ലെങ്കിൽ CPM-നാണോ? നമ്മൾ അവരുടെയൊക്കെ ഈ രാഷ്ട്രീയ സമീപനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മൾ അവരെ എതിർക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടേതായ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും നമുക്ക് ആരെയും വെറുപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം അധികാരത്തിലിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾ ഈ അവരുടെ ഉള്ള വൈകല്യങ്ങളെ, നല്ല ഈ പ്രശ്നങ്ങളെ നമ്മൾ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ നന്മകളെ ജനത്തിനുള്ളിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള നയമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൽ ആരും അധികാരത്തിൽ വരുമെന്ന് നമുക്കറിയാൻ പാടില്ല. അധികാരത്തിൽ വന്നാലും
അവരോടുള്ള ഒരു അറ്റാക്കിന്റെ സമീപനം എപ്പോഴും നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം കിട്ടാൻ ജനത്തിന് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ BJPന്റെ വലിയ രീതിയിലുള്ള വർഗീയ സമീപനവും അവരുടെ ഈ സെക്യുലറിസം തകർത്തുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കത്തെ നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളല്ലേ, നമുക്കൊരു ജനപക്ഷ നയമാണ്. ഈ ജനത്തെ നമ്മൾ അതിൻ്റെ ചെയർമാൻ പറഞ്ഞു, നമ്മളൊരു ക്രിസ്ത്യൻ പാർട്ടിയല്ല, ഇസ്ലാം പാർട്ടിയല്ല, ഹിന്ദു പാർട്ടിയല്ല, നമ്മൾ ജനപാർട്ടിയാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അതിലാണ് നമ്മുടെ മുന്നിൽ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. അവർക്ക് വികസനം എത്താൻ പറ്റുന്ന നയസമയം എടുക്കുകയും അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വികസനോന്മുഖ നയം. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം CPM ആയാലും പറയാം നമുക്ക് ജാതിയില്ല മതമില്ല എന്ന്. പക്ഷേ നോക്കൂ, കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇടുക്കിയിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന് പറയുന്നു. നമ്മൾ നോക്കൂ, പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണമെന്ന് പറയുന്നു. ഇത് കൃത്യമായിട്ട് ആർക്കാണ് അവിടെ വോട്ട് എന്ന് കണ്ടുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മലപ്പുറത്തും പൊന്നാനിയിലും അവർക്ക് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റുന്നില്ല? അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പല പാർട്ടികളും ഇവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിറകെ പോവാതെ മറ്റൊരു സമീപനം സ്വീകരിക്കാൻ പറ്റുമോ 2020 എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മതരാഷ്ട്രീയ അല്ലെങ്കിൽ മത കാഴ്ചപ്പാടൊക്കെ ഉണ്ടാകാതിരിക്കും അണ്ടർലൈനായിട്ട്, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ എങ്കിലും നമ്മളെ സംബന്ധിച്ച് 2020 സംബന്ധിച്ച് വികസനോന്മുഖമായൊരു നയവും ജനങ്ങളിൽ വികസനം എത്തിക്കാൻ കഴിയുന്ന സമീപനവും അതിന് പറ്റിയ സ്ഥാനാർത്ഥികളുമാണ് രംഗത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലാണ് മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സാറ് ദീർഘമായി 10-35 വർഷക്കാലമായിട്ട് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാറ് ക്ലാസ് എടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം ഒക്കെ കേൾക്കാത്ത ആരും ഈ മണ്ഡലത്തിൽ ഉണ്ടാവില്ല. പ്രത്യേകിച്ചിട്ടും അങ്കവാലിയിലും പരിസരങ്ങളിലും ഒക്കെ എങ്ങനെയെങ്കിലും ആൾക്കാരുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഇലക്ഷനിൽ ഗുണകരമായി ഭവിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയുണ്ട്? ഞാൻ സാധാരണ പറയാറുണ്ട്, പ്രസംഗം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് 3-4 മണിക്കൂറുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അത് അവനിൽ വലിയ പ്രചോദനാത്മക സമീപനം ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രചോദനാത്മകമായ ഒരു സമീപനവും ഒക്കെ ഉണ്ടാക്കിയ ഒരാളോട് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യം ആഭിമുഖ്യം ഉണ്ടാവും. അപ്പം ഞാൻ 10-35 വർഷമായി ട്രെയിനിങ് കണ്ടിട്ടുണ്ട്. ഒരു 10 ലക്ഷത്തിലേറെ ആളുകളെ ഈ തലങ്ങളിൽ സ്വാധീനിച്ചിട്ടുമുണ്ട്. അതെല്ലാം വോട്ടായി മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളും സമീപനങ്ങളും പ്രത്യയശാസ്ത്രമുള്ളവർ അതിനകത്ത് ഉണ്ടാകാം. എങ്കിലും ഒരു സോഫ്റ്റ് കോർണർ അവരിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഒരു ചെറിയ വേവ് അതിന് അനുകൂലമായി ഉണ്ടായാൽ പോലും നമ്മുടെ വിജയ സാധ്യത വളരെ വലുതാണ്. തീർച്ചയായും എല്ലാ വിധത്തിലുള്ള വിജയാശംസകളും നേരുന്നു. ഇത്രയും സന്തോഷം.